സ്നേഹമുള്ളവരെ, ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും കഥകൾ മാത്രമല്ല പറഞ്ഞു വയ്ക്കുന്നത്. ആദ്യത്തെ ക്രിസ്തുമസിന് ഒരുപാട് അസ്വസ്ഥതകളുടെ കഥകൾ കൂടി പറയാനുണ്ട്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 1 29 തിരുവചനത്തിൽ മംഗളവാർത്ത കേട്ട മറിയം അസ്വസ്ഥയായെന്നാണ് പറയുക. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 1 20 തിരുവചനത്തിൽ ഔസേപിതാവ് അസ്വസ്ഥനാവുന്നുണ്ട്. തൻ്റെ രാജ്യവും തൻ്റെ അധികാരവും നഷ്ടപ്പെടുന്നുവെന്ന് കേട്ട ഹേറോദോസ് അസ്വസ്ഥനാവുന്നതിനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം അധ്യായം 2 3 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ക്രിസ്തുമസ് അസ്വസ്ഥതകളുടേതാകണം. അപരൻ്റെ വീട്ടിലെ ദാരിദ്ര്യത്തെ കുറിച്ചുള്ള അസ്വസ്ഥത, അതുപോലെ തന്നെ കൂടെ നടക്കുന്ന ചങ്ങാതിയുടെ നെഞ്ചിനുള്ളിലുള്ള വേദനകളെ കുറിച്ചുള്ള അസ്വസ്ഥത, അതുപോലെ തന്നെ കടത്തിണ്ണയിൽ അന്തിയുറങ്ങുന്നവൻ്റെ വീടില്ലാത്തവരുടെ കുറിച്ചുള്ള അസ്വസ്ഥത, അപരൻ്റെ വേദനയെക്കുറിച്ചുള്ള അസ്വസ്ഥത നമുക്ക് ഈ ക്രിസ്തുമസിനുണ്ടാകണം. ഈ അസ്വസ്ഥതകളുടെ മേലെ സ്വസ്ഥത കൈവരിക്കാൻ ഇറങ്ങി വന്ന ക്രിസ്തു സാന്നിധ്യമായിട്ട് ഈ ക്രിസ്തുമസിന് നമുക്ക് മാറാൻ സാധിക്കട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.